Next question. Discuss about the metal richness of India during medieval period. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ ലോഹ സമ്പുഷ്ടിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. റിച്ച് മെറ്റൽസ് ഏതെല്ലാമാണ്, അതിൻ്റെ ക്രയവിക്രയം എങ്ങനെയായിരുന്നു, കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു എന്നാണ്. ഇത് വരുന്നത് ചാപ്റ്റർ 19 19ാമത്തെ പാഠഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ആൻസറായിട്ട് വരുന്നത് മിഡീവൽ പീരിയഡിലെ മെറ്റൽ റിച്ച്നെസ് എന്ന് പറയുന്നത് ഗോൾഡ്, സിൽവർ, അതുപോലെ ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ്, കോപ്പർ, അയേൺ ഇവയൊക്കെയാണ് വരുന്നത്. among metals mined ഡയമണ്ട് occupied the foremost place. ഏറ്റവും മുഖ്യ സ്ഥാനം മെറ്റൽസിൽ ഡയമണ്ട് തന്നെയാണ് ഖനനം ചെയ്തെടുക്കുന്നതിൽ. ഇന്ത്യ വാസ് ആൾസോ നോൺ ഫോർ ഇറ്റ്സ് അയേൺ ആൻഡ് സ്റ്റീൽ. ഹവർ ഷീ ഹാഡ് എ ലാർജ്ലി ഡിപ്പെൻഡ് ഓർ ഗോൾഡ് ആൻഡ് സിൽവർ ഇമ്പോർട്ട്സ് എന്ന മുഖ്യസ്ഥാനം ഇന്ത്യയിൽ അയേണിനും സ്റ്റീലിനുമാണ്. പിന്നെ ഗോൾഡും സിൽവറും ഉണ്ടെങ്കിലും പലപ്പോഴും ഇത് വലിയ തോതിൽ പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. Gold and silver. Gold was not extensively produced in India, as the gold mines in Karnataka had been depleted long ago. However, during this period, there were records of gold extraction from river sands, indicating an alternative source of precious metals. അപ്പോൾ സ്വർണം വലിയ തോതിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായ സ്വർണ്ണഖനികൾ കർണാടകയിലാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ മിഡീവൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരിച്ചിരുന്നത് നദിയിലെ മണലിൽ നിന്നായിരുന്നു. നദീ തടങ്ങളിൽ കാണപ്പെടുന്ന മണൽ അരിച്ചുകൊണ്ട് അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ പ്രഷ്യസ് മെറ്റൽസ് ഒക്കെ അങ്ങനെയാണ്. റാൽഫ് ഫിച്ച് മെൻഷൻസ് ദാറ്റ് പീപ്പിൾ ഫൈൻഡ് ഗോൾഡ് ബൈ ഡിഗിങ് സാൻഡ് ഡിപ്പോസിറ്റ് അറ്റ് പാറ്റ്ന. പാറ്റ്നയിൽ എന്ത് ചെയ്യുന്നു, സാൻഡ് ഡിപ്പോസിറ്റുകൾ ഡിഗ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അരിച്ച് ആളുകൾ ഗോൾഡ് കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് റാൽഫ് ഫിച്ച് സൂചിപ്പിക്കുന്നത്. 1583 റാൽഫ് ഫിച്ച് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഗോൾഡ് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സാൻഡ്സ് ഓഫ് റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗാ നദിയും അതുപോലെ അതിൻ്റെ പോഷക നദികളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ മണലിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ എന്നുള്ള. ആസ് ഫോർ സിൽവർ മൈൻസ്, റഫറൻസ് ദ എക്സ്ട്രാക്ഷൻ ആർ വെരി മീഗർ, though Abul Fasal mentioned presence of silver mines in Kumayun Hills. There were some traces silver mines in Sirmur Hills. ഇന്ത്യയിൽ ഈ പറയുന്ന വെള്ളിയുടെ ഖനനത്തെ വളരെ കുറഞ്ഞ തോതിലേ പരാമർശിക്കപ്പെടുന്നുള്ളൂ. അബുൽ ഫസൽ സൂചിപ്പിക്കപ്പെടുന്നത് കുമയൂൺ കുന്നുകളിൽ നിന്നും അതുപോലെ സിർമൂർ കുന്നുകളിൽ നിന്നൊക്കെ സിൽവർ ഖനനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ആൻഡ് ക്രാഫ്റ്റ് ഓഫ് ജ്വല്ലറി മേക്കിംഗ് ഫ്ലോറിഷിംഗ് ഇൻ ഹിയർ. ദ ബർണിയർ ഇൻ 1656 remarks, may be the doubted the exquisite workmanship those article can be exceeded any European goldsmith. അപ്പോൾ 1656 ബേർണിയർ സൂചിപ്പിക്കപ്പെടുന്നത് 1656 മുതൽ 1668 വരെ പറയപ്പെടുന്നത് ഇന്ത്യയിൽ വളരെയധികം എന്തുണ്ടായിരുന്നു, വർക്ക്മാൻഷിപ്പ്, ഇത്തരം ജ്വല്ലറി വർക്ക്മാൻഷിപ്പുകൾ ഉണ്ടായിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജ്വല്ലറി വർക്ക്മാൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും ഫ്ലോറിഷിങ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള. ഡയമണ്ട്സിനെയും പ്രഷ്യസ് സ്റ്റോൺസിനെയും കുറിച്ച് പറയുമ്പോൾ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ലൊക്കേറ്റഡ് Gondwana region, central India, renowned for the diamond. The Endais Emperor Jahangir dispatched 2 expeditions, 1612 and 1615, into this area. ചോട്ടാ നാഗ്പൂരിലെ ഗോഡ്വാന പ്രദേശത്ത് ജഹാംഗീർ ചക്രവർത്തി 1612 1615 ഡയമണ്ടിൻ്റെ നിക്ഷേപം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. Subsequently, the collection of diamond was acquired from Durjan Sal, marking significant event in the history of diamond mining the region. അപ്പോൾ ഇതിനെ തുടർന്ന് പ്രസിദ്ധമായ ഡയമണ്ട് ഖനി
ദുർജൻസാലിൽ രൂപം കൊണ്ടു. ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഈ കാലഘട്ടത്തിൽ മൈൻ ചെയ്തെടുത്ത ഒന്നാണ്. ടാവേർണിയർ ഇൻ 1640s also recorded diamond mining at the Somelpur in Lohardag district in Chotanagpur. ചോട്ടാനാഗ്പൂരിലെ ലൊഹാർദഗ എന്ന് പറയുന്ന ജില്ലയിൽ സൗമൽപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഡയമണ്ട് ഖനികൾ ഉണ്ടായിരുന്നു എന്ന് ടാവേർണിയർ 1640 സൂചിപ്പിക്കുന്നുണ്ട്. ബീഹാറിലെ കൊക്കർദേശ് പ്രസിദ്ധമായ ഡയമണ്ട് മൈനാണ്. ഇബ്രാഹിം ഫാത്ജാങ് ഗവർണർ ഓഫ് ദ ബീഹാർ സെന്റ് എംപറർ 9 ഡയമണ്ട്സ്. ബീഹാറിൽ ഗവർണറായിട്ടുള്ള ഇബ്രാഹിം ഫത്തേജങ് എന്ന് പറയുന്ന ഗവർണർ, അദ്ദേഹം ഭരണാധികാരിക്ക് 9 ഡയമണ്ടുകൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കപ്പെട്ടു എന്നാണ്. പക്ഷെ 1612 ശേഷം ഇതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടു. ഗോൾക്കൊണ്ട നമുക്കറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡയമണ്ട് ഖനിയാണ് ഗോൾക്കൊണ്ട ഡയമണ്ട് മൈൻസ്. റാവോൾക്കൊണ്ട, കുളൂർ ഡയമണ്ട് മൈൻസ് ആസ് എ സ്റ്റേറ്റ് മൊണോപ്പൊളി ആൻഡ് ലീസ്ഡ് ദ കിങ് ടു ദ മെർച്ചൻസ് എന്നാണ്. രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊണോപ്പൊളിയുടെ കീഴിലാണ് ഡയമണ്ട് ഉണ്ടായിരുന്നത്, ഡയമണ്ട് മൈനുകൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് കർഷകർക്ക്, മെർച്ചൻസ് അല്ലെങ്കിൽ കർഷകരല്ല വ്യാപാരികൾക്ക് ഇത് പാട്ടത്തിന് നൽകപ്പെട്ടിരുന്നു എന്നാണ്. കുളൂർ മൈൻ അലോൺ വർക്ക്സ് എംപ്ലോയിഡ് ഡ്യൂറിങ് 17th century അപ്രോക്സിമേറ്റ്ലി 30 to 60,000. 30,000 മുതൽ 60,000 ആളുകൾ കുളൂർ ഡയമണ്ട് ഖനിയിൽ 17ാം നൂറ്റാണ്ടിൽ ജോലി ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഗോൾക്കൊണ്ടയിൽ നിന്ന് 1680കളിലൊക്കെ ഗോൾക്കൊണ്ടയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട ഡയമണ്ടിന് കോടിക്കണക്കിന് രൂപ വിലയുണ്ടായിരുന്നു. 1 കോടി മുതൽ, അന്നത്തെ കാലത്ത് 1680 1 കോടി മുതൽ 20 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ്. ആഫ്റ്റർ ദ occupation ഓഫ് ഗോൾക്കൊണ്ട ബൈ മുഗൾ, ഡയമണ്ട് പ്രൊഡക്ഷൻ ഗോൾക്കൊണ്ട റീജിയൻ കുഡ് ഓൺലി സ്റ്റാർട്ടഡ് ഇൻ 1692. 1692 മുതൽ ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഗോൾക്കൊണ്ടയിലെ സ്വർണ്ണ ഖനനത്തിന് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. മൈൻസ് വർ പ്ലേസ്ഡ് അണ്ടർ ദ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് ഫൗജ്ദാർ. മുഗൾ ഭരണകാലഘട്ടത്തിൽ ഈ മൈനുകളുടെയൊക്കെ നിയന്ത്രണം ഫൗജ്ദാറിന്റെ കീഴിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഡയമണ്ട്സ് ഓവർ ദ വെയിറ്റ് ഓഫ് ഗോൾഡ് ഹൺ ബിലോങ്ഡ് ടു ദ എംപറർ വാസ് കേസ് ഏർലിയർ. അതുപോലെ സ്വർണം അളന്നിരുന്ന ഔൺസ്, അന്നത്തെ ഹൺസ്, HUN, ഹണ്ണിൽ തന്നെയായിരുന്നു ഡയമണ്ടിനെയും അളവ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാണ്. മാർക്കോ പോളോ ഇൻ 1298 1298 മാർക്കോ പോളോ സൂചിപ്പിച്ചൊരു കാര്യം പേൾ ഫിഷറി ഓഫ് ടുട്ടിക്കോൺ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ തൂത്തുക്കുടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പേളിൻ്റെ എന്തുണ്ടായിരുന്നു, വലിയ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. മാർക്കോ പോളോ 1298. നെക്സ്റ്റ് വരുന്നത് മിഡീവൽ കാലഘട്ടത്തിലെ മെറ്റൽ റിച്ച്നസ് എന്ന് പറഞ്ഞ കോപ്പറാണ്. കോപ്പർ ഒരു ഇമ്പോർട്ടൻ്റ് മെറ്റൽ തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ. കാരണം കോയിനേജ്, അതുപോലെ വെപ്പൺ, നാണയങ്ങൾ സൃഷ്ടിക്കുന്നതിന്, ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ കോപ്പർ യൂസ് ചെയ്തിരുന്നു. കോപ്പർ മൈനുകൾ ധാരാളം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആരവല്ലി മൗണ്ടെയിൻസ് റീജിയൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ കോപ്പർ മൈനുകൾ ഉണ്ടായിരുന്നത്. രാജസ്ഥാനിലും കോപ്പർ മൈനുകൾ ഉണ്ടായിരുന്നു. സോജത്, ടോഡാബീൻ, ബൈറാത്ത്, സിംഗാൻ, ഉദയ്പൂർ, കോട്ട്പുർലി, നർനോൾ എന്ന് പറയുന്ന പ്രദേശമൊക്കെ കോപ്പർ ഖനികൾ രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞാൽ ബീഹാറിലും കോപ്പർ ഖനികൾ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നൊരു മെറ്റലായിട്ട് വരുന്നത് അയേൺ ആണ്. ഷിഹാബുദ്ദീൻ അൽ ഉമറി 1348 ഇന്ത്യയിൽ നിന്നുള്ള അയേണിനെയും സ്റ്റീലിനെയും വളരെയധികം പ്രൈസ് ചെയ്തിട്ടുണ്ട്. അയേൺ ഓർ വേർ ലാർജ്ലി ലൊക്കേറ്റഡ് ഹില്ലി ട്രാക്ട് എക്സ്റ്റെൻഡഡ് ഫ്രം ഗ്വാളിയർ ആൻഡ് ഡൗൺ സൗത്ത്. ഗ്വാളിയർ മുതൽ സൗത്ത് ഇന്ത്യ വരെ അയേൺ ഓറുകൾ, അയേൺ ഇരുമ്പിൻ്റെ അയിരുകൾ ലഭ്യമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഹിമാലയത്തിൻ്റെ കുമയൂൺ, സിവാലിക് ഹിൽ ഏരിയയിലൊക്കെ അയേൺ മൈനുകൾ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഡെക്കാൻ വാസ് എക്സ്പോർട്ടിംഗ് അയേൺ ടു മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഡെക്കാൻ പ്രവിശ്യയിൽ നിന്ന് അയേൺ ഓറുകൾ കയറ്റുമതി ചെയ്തിരുന്നു. മസൂലിപട്ടണം, പെട്ടാപ്പുളി എന്ന് പറഞ്ഞാൽ നാഗപട്ടണം, പുലിക്കാട്ട് എന്ന് പറയുന്ന
മേജർ പോർട്ടുകൾ, സെൻറ്ററുകളൊക്കെ എന്തായിരുന്നു? അയേൺ എക്സ്പോർട്ടിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു എന്നാണ്. The process melting copper during this time characterized by heavy reliance, manual labor, use the basic furnace and tools. കോപ്പർ ഉരുക്കി അത് ആയുധങ്ങളോ അല്ലെങ്കിൽ നാണയങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ഫർണസുകൾ ഇക്കാലഘട്ടത്തിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രധാനമായും മാനുവൽ ലേബർ, ശാരീരികമായ അധ്വാനമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. മെഷീനറി അധികമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. India was renowned for producing some of the finest swords and Indian excellent reputation quality iron products. ഇരുമ്പ് ഉൽപ്പന്നങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യയെ വളരെയധികം പ്രൈസ് ചെയ്യപ്പെടുന്നത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള മനോഹരമായ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ, അതുപോലെ സോഡ്, പ്രധാനമായും വാളുകൾ ഏറ്റവും ഫൈനസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു, ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. കുമയൂൺ എന്ന് പറയുന്ന പ്രദേശത്ത് സോഡും ഡാഗേഴ്സും കടാരകളും വാളുകളും ഒക്കെ അധികം എന്ത് ചെയ്തിരുന്നു? ഉണ്ടാക്കിയിരുന്നു. അതിൽ കച്ചിലെ അയേൺ ഫ്രം കച്ച് എന്നുള്ളത് അതിന് കോറിജ് സോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോറിജ് സോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിനെ. ഇതൊക്കെയായിരുന്നു നമ്മുടെ മധ്യകാലഘട്ടത്തിലെ മെറ്റീരിയൽ റിച്ച്നെസ് എന്നറിയപ്പെടുന്നത്.